ഇന്നത്തെ വ്ളോഗിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ചൈന ബ്ലൂ അടിച്ചിട്ടുള്ള ഒരു കളർ ഇതേ വണ്ടി ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നോർമൽ ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് പ്രാഡോ ടൈപ്പുള്ള ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഒരു ഗ്രില്ലാണ് അതിന് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഈ ഒരു കളർ ഒരു വെറൈറ്റി കളർ തന്നെ നമ്മളിതിൽ അടിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മുടെ മിററും കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈപ്പിൽ പിയാനോ ബ്ലാക്കൊക്കെ അടിച്ചിട്ട് ഈ ഒരു ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഹാൻഡിൽ പിയാനോ ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് പോകണമെങ്കിൽ നോർമൽ ടൈലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഡിക്കിയുടെ ക്രോമും കാര്യങ്ങളൊക്കെ പിയാനോ ബ്ലാക്ക് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വണ്ടി ഇവിടെ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അകത്തേക്ക് പോകണമെങ്കിൽ ഇന്നറിൽ സീറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈപ്പിലുള്ള സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തൈ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ ടൈപ്പിൽ ആ ടൈപ്പിലുള്ള സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡീപ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറിലാണ് സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വണ്ടി ഇവിടെ ഫുള്ളും ഈ ഒരു സീറ്റിൻ്റെ കളർ നമ്മൾ ഈ ഒരു ടോപ്പിലും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഒരു വണ്ടി ഇവിടെ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതന്നെ നമ്മൾ ആദ്യം നിങ്ങളെ കാണിക്കാൻ കേട്ടോ. അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും അറിയിച്ചേക്ക്. അപ്പോൾ നമ്മുടെ പൊന്നാനിയിൽ നിന്ന് നമ്മുടെ ഗാരേജിലേക്ക് നമ്മുടെ വർക്കിംഗ് സ്റ്റേ ഒക്കെ കണ്ടിട്ട് വന്ന ഒരു കസ്റ്റമറാണ്. അപ്പോൾ അടിച്ചിരിക്കുന്നതും ഒരു വെറൈറ്റി നമ്മൾ ഇതുവരെ അടിക്കാത്തൊരു കളറാണ് ഇവർ അടിച്ചിരിക്കുന്നത്. ചൈന ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ജി വാഗൺ പറഞ്ഞ ഒരു കളറാണ് അടിച്ചിരിക്കുന്നത്. ഗ്രില്ലും കാര്യങ്ങളും ഈ ഒരു ഗ്രില്ലും ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഗാരേജ് സെറ്റ് ചെയ്ത് പോണത്. അതൊക്കെ ഒരു വെറൈറ്റി തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടി ഇവിടെ ഫുള്ളായിട്ട് തന്നെ ഫൈനൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് അഭിപ്രായം കാര്യങ്ങൾ? അടിപൊളിയായിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിക്ക്. വേറെ സമയം എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇറങ്ങിയ വണ്ടി. അതല്ലേ, നമുക്ക് ഇഷ്ടമായി. അതെ, ഓക്കെ, സന്തോഷം. അപ്പോൾ ചാവി ആർക്കെ കൈമാറുന്നത്? ശരി, ഓക്കെ, ശരി അതാ, ശരി 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 ഓക്കെ. അപ്പോൾ കാർജേജ് V2ലാണ്. അപ്പോൾ കാർജേജ് V2 അടുത്തത് പെയിൻറ്റിങ് ചെയ്യാൻ പോണ ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷേപ്പിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പ്രൈമർ അടിക്കാൻ പോണ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ ഈ ഒരു ഫില്ലർ ബെൻഡിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് ലെവൽ ചെയ്ത് ബോഡി ഫിൽ ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം നടത്തി പ്രോപ്പറായിട്ട്. ഓൾറെഡി വലിയ മേജർ ഇടൻ്റൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ചെറിയ രീതിയിൽ ഷേപ്പ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്ത് എടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡൊക്കെ നോക്കണമെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ 1G3 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഗ്രേ കളർ അടിച്ചിട്ട് വണ്ടിയുടെ പോളിഷിങ് അതേപോലെ തന്നെ സെറ്റിങ് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടി മെറ്റാലിക് വേണ്ട, നല്ല രീതിയിൽ മെറ്റാലിക് വരുന്ന ഒരു കളറാണ് കേട്ടോ. നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റും. ഫുള്ളൊരു മെറ്റാലിക് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു കളറാണ്. അപ്പോൾ അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി നടത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഹെഡ്ലൈറ്റ് നോർമൽ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. നോർമൽ ഹെഡ്ലൈറ്റ് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ KL01 എന്ന് പറഞ്ഞ വണ്ടി സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വണ്ടി ഇതേ ബൂത്തിൽ കയറിയിട്ടുണ്ട്. 040 എന്ന് പറഞ്ഞ വൈറ്റ് കളറാണ് അതിൽ പെയിൻറ്റ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഫിനിഷിങ് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബൂത്തിൽ. അതേപോലെ ഒരു സിൽക്കി ഗോൾഡ് ഇന്നോവ നമ്മൾ പെയിൻ്റ് അടിച്ച് ഇറക്കിയത് നിങ്ങൾ കണ്ടിരിക്കും. അതായത് ഈ ഒരു കഴിഞ്ഞ വ്ളോഗിൽ അടിക്കണത് കണ്ടിരിക്കും. അപ്പോൾ ആ വണ്ടി ഇതേ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഏകദേശം ഫൈനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി പ്രൊജക്ടറും ബാക്ക് LED ടൈപ്പ് 4 കണക്ഷനുള്ളൊരു ഇതിലാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസ്സൊക്കെ റിമൂവ് ചെയ്യേണ്ടി വന്നു. കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഫ്ലോർ എപ്പോക്സി റെസ്റ്റിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്ന ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് ഫ്ലോർ എപ്പോക്സിയൊക്കെ അടിച്ച് വണ്ടി ഇപ്പോൾ സെറ്റിങ്ങും കട്ടിങ് പോളിഷിങ് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നറിൽ പഴയ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. നല്ല സീറ്റാണ് കേട്ടോ, വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്. ഫ്ലോർ ഫുള്ളായിട്ട് തന്നെ എപ്പോക്സിയൊക്കെ അടിച്ച് അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഗാരേജിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കരുപ്പട്ടണിലുള്ള ഗാരേജിൽ സിൽക്കി ഗോൾഡിൻ്റെ പണികളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കാലത്ത് വന്ന മാളയിലുള്ള ഗാരേജിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചെത്തിയപ്പോൾ നമ്മളുടെ അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മിററും കാര്യങ്ങളൊക്കെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോർമൽ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൈനിങ് ഫ്രണ്ട് ലൈനിങ് ഒക്കെ സെറ്റ് ചെയ്യാൻ ബാക്കിയാണ് കേട്ടോ. ലൈനിങ് സെറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഭാഗം അതിൻ്റെ കുറച്ചകത്തേക്ക് പോകും. അപ്പോഴാണ് കറക്റ്റ് ഫിറ്റിങ് ആവുക. പണിയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഗാരേജിലേക്ക് കർണാടകയിൽ നിന്ന് ഒരു ക്രിസ്റ്റ സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾ വരാമെന്ന് പറഞ്ഞത്.
പക്ഷെ വണ്ടി ചെറിയ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കണ്ടോ. ഈ രണ്ട് ബോണറ്റിൻ്റെ രണ്ട് എൻഡ് വശം കുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഫേസ് ലിഫ്റ്റിങ്ങും പ്ലസ് സീറ്റ് വർക്ക്, ഫ്ലോർ മാറ്റ്, സ്റ്റീരിയോ അങ്ങനെ വർക്കിനായിട്ട് വന്നാണ് ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് ഫ്രണ്ട് മാത്രം മാറിയാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇതിപ്പോൾ ബോണറ്റ് പെയിൻറ്റ് ചെയ്യണം, ഫെൻഡർ പെയിൻറ്റ് ചെയ്യണം, ബമ്പർ മാറ്റുണ്ട് ഓൾറെഡി. ആ ഡോറ് പെയിൻറ്റ് ചെയ്യേണ്ടി വരും. ഡോറ് വണ്ടി ഇടി വന്നിട്ട് ഓപ്പൺ ചെയ്ത കാരണം, ഇങ്ങനെ ഓപ്പൺ ചെയ്യണ കാരണം അതിൻ്റെ ഉള്ളിലേക്ക് പോയി ആ ഡോറിൻ്റെ അവിടുത്തെ പെയിൻറ്റ് മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു പണിയായിട്ടുണ്ട്. അപ്പോൾ ഡോറ് പെയിൻറ്റ് ചെയ്യണം, ഫെൻഡർ പെയിൻറ്റ് ചെയ്യണം, ബോണറ്റ് പെയിൻറ്റ് ചെയ്യണം. ബോണറ്റ് കുത്തി ഇങ്ങോട്ട് കയറി വന്നേക്കാണ്. ഇവിടെ കയറി വന്നിട്ടുണ്ട്, അതേപോലെ ഇവിടെ കുത്തിയിട്ടുണ്ട്, അപ്പുറത്തും കുത്തിയിട്ടുണ്ട്. അപ്പോൾ ബോണറ്റ് ഒരു 5 ഇഞ്ചസ് അടക്കം തെന്നി മാറിയിട്ടുണ്ട്. അപ്പോൾ ബോണറ്റ് മൊത്തത്തിൽ സെറ്റ് ചെയ്തതിന് ശേഷം ബോണറ്റ് പെയിൻറ്റ് ചെയ്യേണ്ടി വരും, ബമ്പർ കാര്യങ്ങൾ മാറേണ്ടി വരും കേട്ടോ. ബാക്കിലും പണിയുണ്ട് കേട്ടോ ഈ വണ്ടി. ഇവിടെ നോക്കണമെങ്കിലും നല്ല തട്ട് കെട്ടിയിട്ടുണ്ട്, ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് വന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഒരു ഇൻറ്റീരിയർ വർക്കിനൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ അടുത്തടുത്ത വ്ളോഗിൽ കാണാം. ഈ വണ്ടി സീറ്റ് വർക്കും കാര്യങ്ങളും അങ്ങനെ ചെയ്യല, പഴയ സീറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു.